കമ്മീഷൻ. തെറ്റാര് ചെയ്താലും സംരക്ഷിക്കില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. മൂന്ന് വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കല്യാണിയുടെ അമ്മ അറസ്റ്റിലായി. സന്ധ്യയെ അല്പസമയത്തിനകം വിശദമായി ചോദ്യം ചെയ്യും. കുടുംബപ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ്. അതേസമയം 3 വയസ്സുകാരിയുടെ മരണം മുങ്ങി മരണമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയും. കുട്ടിയുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. വിനയ രാജുണ്ട് വിവരങ്ങളുമായി. വിനയ, എങ്ങനെ പുരോഗമിക്കുന്നു? എപ്പോഴത്തേക്കുണ്ടാകും സംസ്കാര ചടങ്ങുകൾ? ആരംഭിച്ചോ? എന്തായാലും ഇപ്പോൾ വീട്ടിലെ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലെ പ്രധാനമായും വീട്ടിലെ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഈ സംസ്കാര ചടങ്ങുകളടക്കം തീരുമാനിച്ചിരിക്കുന്നത്. തിരുവാണിയൂർ പൊതുശ്മശാനത്തിലായിരിക്കും ഈ സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. ഏകദേശം 5 മണിയോടുകൂടി തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നുമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമാണ് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അച്ഛന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരികയായിരുന്നു. ഇവിടെയാണ് ഇപ്പോൾ ഈ പൊതു ദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഈ മരണ വാർത്ത അറിഞ്ഞത് മുതൽ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നിരവധി പേരാണ് ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി ഈ ഒരു കുരുന്നിനെ കാണുന്നതിന് വേണ്ടി, ഈ ഒരു കുരുന്നിനെ ഇവിടെ കാണുമ്പോൾ തന്നെ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ബാക്കിയാണ്. ആളുകൾക്ക് അറിയേണ്ടതുണ്ട് എന്തിനാണ് ഈ ഒരു 3 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളത്. അത് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. അതിലുള്ള അല്ലെങ്കിൽ അത് ചെയ്ത പ്രതിയായിട്ടുള്ള സ്വന്തം അമ്മ, കുഞ്ഞിന്റെ സ്വന്തം അമ്മയായിട്ടുള്ള സിന്ധു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. സിന്ധുവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുട്ടിയെ കാണാതായപ്പോൾ തന്നെ പോലീസ് സിന്ധുവിനെ ചോദ്യം ചെയ്തു വരികയാണ്. പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ. അതിനുശേഷം പിന്നീട് ഈ പുഴയ്ക്ക് സമീപത്ത് ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം പോലീസും ഫയർഫോഴ്സും സ്കൂബ ഡൈവേഴ്സും അടക്കം തന്നെ വളരെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ നടത്തുന്നു. ഏകദേശം 8-8.5 മണിക്കൂറോളം തിരച്ചിൽ നടത്തുന്നു. തുടർന്ന് പുലർച്ചെ 2:30 കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. അതുമുതൽ ഇങ്ങോട്ടാണെങ്കിലും വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വരുന്നു. എന്നാൽ ആ ചോദ്യം ചെയ്യലടക്കം തന്നെ സിന്ധു വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താൻ കൊന്നു. അത് മാത്രമാണ് സിന്ധു പോലീസിനോട് പറയുന്നത്. എന്തിനാണ് കൊന്നത്, അല്ലെങ്കിൽ എന്ത് വൈരാഗ്യത്തിലാണ് കൊന്നത് എന്നൊന്നും തന്നെ സിന്ധു പറയുന്നില്ല. താൻ കൊന്നു എന്ന് ഒരു ഭാവമാറ്റമില്ലാതെ പറയുന്നു. ഒരു കുലുക്കവുമില്ല. കൂടാതെ തന്നെ കുറ്റബോധമൊന്നും തന്നെയില്ല. സാധാരണ പോലെ എണീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. പോലീസുകാർ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകുന്നു. ഇത് മാത്രമാണ് സിന്ധുവിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു റെസ്പോൺസ് എന്നായിരുന്നു പോലീസ് അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ സിന്ധുവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുടുംബ പ്രശ്നമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് സിന്ധു പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ രാവിലെ നമ്മൾ സിന്ധുവിന്റെ ഭർത്താവിനോടൊപ്പം സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾ തമ്മിൽ ഒരു കുടുംബ പ്രശ്നവുമില്ല എന്നായിരുന്നു ഭർത്താവ് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പലതും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഓരോ മണിക്കൂറുകൾ കൂടുന്തോറും പുറത്തു വരുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടിയുടെ കൊലപാതകത്തിന് ശേഷം പലരും പറഞ്ഞു സിന്ധുവിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. മാനസിക പ്രശ്നങ്ങൾക്ക് ഡോക്ടറെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതെല്ലാം നിഷേധിക്കുകയായിരുന്നു സിന്ധുവിന്റെ ഭർത്താവ് അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഒരു മാനസിക പ്രശ്നവും സിന്ധുവിനില്ല. ഇതിന്റെ ബുദ്ധി കൂടുതലുള്ള പെണ്ണാണ് സിന്ധു എന്നായിരുന്നു ഭർത്താവിന്റെ ഒരു മൊഴി, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. സിന്ധുവിന്റെ അമ്മയാണെങ്കിലും ഇതിന് സമാനമായ രീതിയിൽ തന്റെ മകൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇത്തരത്തിൽ സ്കൂളിലടക്കം തന്നെ പഠിക്കുമ്പോൾ അധ്യാപകർ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് കുറച്ച് സമയമെടുക്കും. അത് മാത്രമാണ് പ്രശ്നമുള്ളതായി അധ്യാപകരടക്കം പറഞ്ഞിരുന്നത്. തുടർന്നും അങ്കമാലിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ സിന്ധുവിനെ കാണിച്ചപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർമാരടക്കം പറഞ്ഞത് എന്നായിരുന്നു സിന്ധുവിന്റെ അമ്മ അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ പലതും ഈ മൊഴികളിലടക്കം തന്നെ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാലും ഇപ്പോഴും ചോദ്യം മാത്രമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്
എന്തിനാണ് ഈ ഒരു 3.5 വയസ്സുകാരിയെ അമ്മ കൊലപ്പെടുത്തിയത്? അത് മാത്രമാണ് ഇപ്പോഴും ചോദ്യം അവശേഷിക്കുന്നത്. ഉത്തരം കിട്ടാത്ത ചോദ്യം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം 13 വർഷമായി ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് 2 മക്കളാണുള്ളത്. ഒരു 6 വയസ്സുള്ള ഒരു മകനും കൂടാതെ ഈ 3.5 വയസ്സുള്ള ഈ ഒരു പിഞ്ച് കുഞ്ഞും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ചെറിയ ഒരു കുഞ്ഞുമാണുള്ളത്. ആ കുഞ്ഞിനെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഭർത്താവ് നേരത്തെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, മുൻപും ഇതിന് സമാനമായ രീതിയിൽ മക്കൾ ഉപദ്രവിക്കുന്ന നിലയിലേക്ക് ചിന്തു പോയിട്ടുണ്ടായിരുന്നു. ടോർച്ച് ഉപയോഗിച്ച് തലയ്ക്കടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു, കൗൺസിലിംഗ് നടത്തി. അതിനുശേഷമാണ് പിന്നീട് വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് എന്നടക്കം പറയുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ഇപ്പോൾ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് വിശദമായി ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നു. റിപ്പോർട്ട് വ്യക്തമാക്കിയത് മരണമാണെന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആന്തരികാവയവങ്ങളിലടക്കം തന്നെ വെള്ളം കയറിയാണ് മരണപ്പെട്ടിരിക്കുന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു, അല്ലെങ്കിൽ പുഴയിലേക്ക് ഇട്ടു എന്നായിരുന്നു പറഞ്ഞത്. മകളെ ഈ 3.5 വയസ്സുകാരിയെ പുഴയിലേക്ക് ഇട്ടു എന്നായിരുന്നു സിന്ധു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കുട്ടി മരിച്ചത് ഈ മുങ്ങി മരണം മൂലമാണ് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ എന്തായാലും കുട്ടിയുടെ പൊതുദർശനം അച്ഛന്റെ വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സംസ്കാര ചടങ്ങുകളടക്കം തന്നെ തിരുവാണിയൂരുള്ള ഒരു പൊതു ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. ശ്രീ വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ കടക്കും എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ ഒരു വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താൻ സാധിക്കും. അപ്പോഴും വിനയരാജ് ഉണ്ടാവും വിവരങ്ങളുമായി. എന്തായാലും നിലവിലെ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് കുടുംബ പ്രശ്നമാണ്.